ജീവിതം എന്ന് പറയുന്നത് വലിയൊരു അത്ഭുതമാണ് അല്ലേ. അത് തനി ആവർത്തനമാണെങ്കിലും ചിലപ്പോഴൊക്കെ നമ്മൾ അറിയാതെ പോകുന്ന ചില സത്യങ്ങളുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും കടന്നു പോകുമ്പോൾ പിന്നീട് ആ ദിവസങ്ങളോ മണിക്കൂറുകളോ ഒന്നും നമ്മുടെ ജീവിതത്തിലേക്ക് തിരികെ വരില്ല. ഓരോ സംഭവങ്ങളും അങ്ങനെ തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൽ അഭിമുഖീകരിക്കുന്ന ഓരോ നിമിഷവും അത് നമ്മുടെ ജീവിതത്തിൻ്റെ അവസാന നിമിഷങ്ങളാണ്. നോക്കിയേ, സുവിശേഷത്തിൽ ഇന്ന് ഈശോയെ കാണാനായിട്ടൊരു മനുഷ്യൻ ഇരുട്ടിൻ്റെ മറവിലെ ക്രിസ്തുവിനെ കണ്ടെത്താനായിട്ട് ശ്രമിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ അത് എഴുതി വയ്ക്കുമ്പോൾ അവൻ്റെ വിശ്വാസക്കുറവിനെയാണ് നമ്മൾ വായിച്ചെടുക്കേണ്ടത്. ഇരുട്ടിലൂടെ ക്രിസ്തുവിനെ കാണാൻ വരുന്ന മനുഷ്യൻ. ഈശോവിനെ ഓർമ്മിപ്പിക്കുന്ന ഒരു ഓർമ്മപ്പെടുത്തലുണ്ട്, നീ വീണ്ടും ജനിക്കണമെന്ന്. നീ വീണ്ടും ജനിക്കണം. ഈശോ നമ്മോട് ഇത് തന്നെയാണ് പറയുന്നത്. വീണ്ടും ജനിക്കേണ്ട അവസ്ഥ, നഷ്ടപ്പെട്ടു പോയ നന്മകളിലേക്ക് വീണ്ടും ജനിക്കണമെങ്കിൽ ഈശോയോട് ചേർന്ന് നിൽക്കണം. നമ്മളൊക്കെ മേഖലകളൊക്കെ ഏതൊക്കെയാണെന്ന് ചിന്തിച്ചു നോക്കിയാൽ വീണ്ടും ജനിക്കേണ്ട നമ്മുടെ ജീവിതത്തിലെ മേഖലകൾ, സത്യസന്ധതയുടെ, കരുണയുടെ, സ്നേഹത്തിൻ്റെ, ഇതൊക്കെ ഈ മേഖലകളിൽ ചിലപ്പോൾ നമ്മൾ വീണ്ടും ജനിക്കേണ്ടതായിട്ടുണ്ടാകാം. ചെറുപ്പകാലഘട്ടങ്ങളിൽ നമുക്ക് കൈമോശം വന്ന നന്മകളിലേക്ക് വീണ്ടും ജനിക്കണം. നഷ്ടപ്പെട്ടു പോയ സൗഹൃദങ്ങളിലേക്ക് വീണ്ടും ജനിക്കണം. നഷ്ടപ്പെട്ടു പോയ വിശുദ്ധിയിലേക്ക് വീണ്ടും ജനിക്കണം. അങ്ങനെ വീണ്ടും ജനിക്കേണ്ട ആവശ്യകത അത് നമ്മളെക്കുറിച്ചൊന്ന് ചിന്തിച്ചെടുക്കേണ്ടത് നല്ലതാണ്. അതുകൊണ്ട് ഈ ദിവസം നമുക്കൊന്ന് ചിന്തിക്കാം. ഞാൻ എൻ്റെ ജീവിതത്തിൽ നഷ്ടപ്പെടുത്തി കളഞ്ഞ നന്മകളുടെ മേഖലകൾ എവിടെയൊക്കെയാണ് ഞാൻ വീണ്ടും ജനിക്കേണ്ട അവസ്ഥയുള്ളത്? എൻ്റെ വാക്കുകളിലോ ചിന്തകളിലോ എൻ്റെ നോട്ടങ്ങളിലോ എൻ്റെ വ്യക്തിത്വത്തിൻ്റെ ഏത് മേഖലയിലാണ് ഞാൻ വീണ്ടും ജനിക്കേണ്ടത്? നമുക്കൊന്ന് ആത്മാർത്ഥമായിട്ട് ചിന്തിക്കാം. ഈശോ നമ്മോട് ഇന്ന് പറയുന്ന ഈ ഒരു വചനം മനസ്സിൽ സൂക്ഷിക്കുക. വീണ്ടും ജനിക്കാൻ വിശ്വാസത്തിൻ്റെ മേഖലകളിൽ, സ്നേഹത്തിൻ്റെ മേഖലകളിൽ, വിശ്വസ്തതയുടെ മേഖലകളിൽ വീണ്ടും ജനിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം ഏവരെയും സമാധാനത്തോടുകൂടെ നയിക്കാനായിട്ടുള്ള കൃപ നൽകട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം.